കൗമിനെ മനസ്സിലാക്കണം എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് അപകടങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഉദാഹരണമായിട്ട് ആ പറഞ്ഞ ഞാൻ കേട്ട ഭാഗത്ത് അതിൽ ഒരു സംഭവമാണ് വിവരിക്കുന്നത്. ഉമറുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അമുസ്ലിങ്ങളായ ആളുകൾ വന്നിട്ട് സക്കാത്ത് ചോദിക്കുന്ന സംഭവ പറയുന്നത്. ആ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് അതിൽ ഒപ്പിട്ട് കൊടുത്തു, ഭരണാധികാരി എന്നുള്ള നിലക്ക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പിച്ചി ചീന്തി എന്ന്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? ഒന്നാമത്തത്, ഒരൊറ്റ ഗ്രന്ഥത്തിലും പിച്ചി ചീന്തി എന്നില്ല തന്നെ. മഹ എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, മായ്ച്ചു കളഞ്ഞു എന്ന്. പിച്ചി ചീന്തി എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഇടത്തൊന്നുമില്ല. ഇത് കാണുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇത് കണ്ടൊരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഇത് കൈയുണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? സലാം ബാക്കവി, താങ്കൾ ഈ പറയുന്നത് എത്ര ബാലിശമാണ്. ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു എന്നവരുടെ എഴുതി വെച്ച അഭിപ്രായം കീറിക്കളഞ്ഞു അതിനെ തീർത്തും നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അതല്ല, ആ ചരിത്രത്തെ പാടെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നത് വലിയ പാതകമായി താങ്കൾ എന്തിനാണ് ഇതിനെ കാണുന്നത്? കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ ഇമാം മുസ്ലിം എന്നവർ തൻ്റെ സ്വഹീഹായ ഹദീസിൽ 31-ാമത്തെ ഹദീസ് നമ്പറായി കിതാബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയ ഒരു നീണ്ട ഹദീസ് ഉണ്ടല്ലോ, എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, നീ എൻ്റെ ഈ ചെരുപ്പുകളുമായി നീ പോകണം. ഈ കാണുന്ന ചുമരിന് പിറകെ ആയിട്ട് നീ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന മുസ്ലിമായ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ നീ കാണുന്ന സമയത്ത് അവനോട് ഫബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്നുള്ള ആജ്ഞ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ വിവരിക്കുന്നു, ഫകാന അവ്വല മൻ ലഖീതു ഉമർ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചത് പ്രകാരം ഞാൻ ഈ നബിയുടെ 2 ചെരുപ്പുകളുമായി ഞാൻ പോകുന്ന സമയത്ത് ആദ്യമായി ഞാൻ കണ്ടത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖാല മാ ഹാതാനി അലാനി യാ അബൂ ഹുറൈറ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള 2 ചെരുപ്പുകൾ? ഫഖുൽതു, മഹാനായ അബൂ ഹുറൈറ ഞാൻ പറഞ്ഞു, ഈ 2 ചെരുപ്പുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദരക്ഷകളാണ്. ബഅസനി ബിഹിമാ മൻ ലഖീതു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തഖിനൻ ബിഹാ ഖൽബുഹു, ഹൃദയം കൊണ്ട് യഥാർത്ഥമായി ഷഹാദത്തിനെ കണ്ട ഒരാളെ നീ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തോട് നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്നുള്ള കാര്യം എന്നെ നബി തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹദീസിൽ പറയുകയാണ്, ഫളറബ ഉമറു ബിയദിഹി ബൈന സദിയയ ഫഖറർതു ലിസ്തി. എന്നാൽ ഇത് കേട്ട പാടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞി അടിച്ചുകൊണ്ട് ആ അടിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീഴുകയാണ് സംഭവിച്ചത്. ഇതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ പ്രത്യക്ഷമായ വിവരണത്തിലൂടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യം ആണെന്നറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയും ആ അടിയുടെ ശക്തിയാൽ മഹാനായ അബൂ ഹുറൈറ നിലത്തേക്ക് വീഴുകയും ചെയ്തൊരു ചരിത്ര സംഭവം മഹാനായ ഇമാം മുസ്ലിം എന്നവർ തൻ്റെ സ്വഹീഹായ ഹദീസിൽ രേഖപ്പെടുത്തിയ ഈ സ്വഹീഹായ ഹദീസിനെ നമ്മൾ എങ്ങനെയാണ്, ഏത് നിലക്കാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അപ്പോൾ അതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ആ ചരിത്ര സംഭവങ്ങളെ, ചരിത്രത്തിൻ്റെ വസ്തുതകളെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കി വേണ്ടി മാത്രം കൃത്യതയോടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ ഇതൊക്കെ സ്വഹീഹായ ഹദീസിലുമുള്ള ഇതുപോലെ സമാനമായിട്ടുള്ള സംഗതികളുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ എവിടെയെങ്കിലൊക്കെ ഉദ്ധരിക്കുമ്പോൾ
ആ ഒരു പെർസ്പെക്റ്റീവിൽ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ കാണുന്നത് തീർത്തും അബദ്ധജടിലമാണ്.